പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിയും ബിജെപിയും തമ്മിലുള്ള പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു. കൽക്കരി കുംഭകോണ കേസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പങ്ക് വ്യക്തമാക്കുന്ന നിർണായക രേഖകൾ തന്റെ പക്കലുണ്ടെന്ന മമതയുടെ വെളിപ്പെടുത്തൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തന്നെയും തന്റെ സർക്കാരിനെയും ഇനിയും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചാൽ അമിത്ഷായെ പ്രതിക്കൂട്ടിലാക്കുന്ന പെൺഡ്രൈവ് പുറത്തുവിടുമെന്നാണ് മമതാ ബാനർജി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. തൃണമൂൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന ഐപാക് ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിന് പിന്നാലെയായിരുന്നു മമതയുടെ ഈ രൂക്ഷ പ്രതികരണം. പെൺഡ്രൈവുകൾ തന്റെ കൈവശമുണ്ടെന്നും എന്നാൽ താൻ ഇരിക്കുന്ന ഭരണഘടനാ പദവിയോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇതുവരെ മൗനം പാലിച്ചതെന്നും മമത വ്യക്തമാക്കി. ഈ പെൺഡ്രൈവ് പുറത്തുവിട്ടാൽ രാജ്യം ഞെട്ടുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നും ബിജെപി നേതാക്കളുടെ അഴിമതി മുഖമൂടി അഴിഞ്ഞു വീഴുമെന്നും മമത പറഞ്ഞു. മമതാ ബാനർജിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രതീക് ജെയിനിന്റെ വസതിയിലും സാൾട്ട് ലേക്ക് സെക്ടർ 5 ഓഫീസിലുമാണ് ഇഡി റെയ്ഡ് നടന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചോർത്താനുള്ള ബിജെപിയുടെ ആസൂത്രിതമായ നീക്കമാണിതെന്ന് മമത ആരോപിച്ചു. ബംഗാളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും വിജയിക്കുക എന്നതാണ് ബിജെപിയുടെ ഏക ലക്ഷ്യം. അതിനായി കേന്ദ്ര ഏജൻസികളെ അവർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് മമത പറഞ്ഞു. ഇഡി റെയ്ഡിൽ പ്രതിഷേധിച്ച് കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച കൂറ്റൻ റാലിയിൽ ആയിരങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. അതേസമയം രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല മറിച്ച് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയതെന്നാണ് ഇഡിയുടെ വാദം. കൽക്കരി കുംഭകോണത്തിലൂടെ ലഭിച്ച അനധികൃത വരുമാനം ഐപാക്കിലേക്ക് മാറ്റിയതായി ഇഡി ആരോപിക്കുന്നു. റെയ്ഡ് തടയാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്ന് ആരോപിച്ച് ഇഡി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. അന്വേഷണ സംഘത്തെ തടഞ്ഞത് നിയമവിരുദ്ധമാണെന്നാണ് ഇവരുടെ പക്ഷം. എന്നാൽ ഇത് തന്റെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് മമത തിരിച്ചടിച്ചു. മമതാ ബാനർജിയുടെ നടപടിക്കെതിരെ ബിജെപി സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗാളിൽ അഴിമതി ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഔദ്യോഗികമായ ഒരു അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്ന് ബിജെപി നേതാക്കൾ ചോദിക്കുന്നു. ഇഡി റെയ്ഡ് നടന്ന 2 സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി നേരിട്ടെത്തിയത് സംഘർഷങ്ങൾക്ക് കാരണമായിരുന്നു. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ തെരുവിലിറങ്ങി അന്വേഷണ ഏജൻസികളെ തടയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ബിജെപി ആരോപിച്ചു. ബംഗാൾ രാഷ്ട്രീയത്തിലെ വർഷങ്ങളായുള്ള ചർച്ചാ വിഷയമാണ് കൽക്കരി കുംഭകോണം. തൃണമൂൽ നേതാക്കൾക്കെതിരെ ബിജെപി ഇത് ആയുധമാക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ കേന്ദ്രമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാൻ മമത തുനിഞ്ഞിറങ്ങിയത് പോരാട്ടം കടുപ്പിക്കുന്നു. അമിത്ഷായുടെ പേര് നേരിട്ട് പരാമർശിച്ചതിലൂടെ ബിജെപിയുടെ ദേശീയ നേതൃത്വത്തെ തന്നെ സമ്മർദ്ദത്തിലാക്കാനാണ് മമത ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കാൻ ഇരു പാർട്ടികളും തമ്മിൽ മത്സരമാണ്. ഐപാക് ഓഫീസിലെ പരിശോധനയിലൂടെ പാർട്ടിയുടെ രഹസ്യമായ തന്ത്രങ്ങളും വോട്ടർമാരുടെ വിവരങ്ങളും ബിജെപി കൈക്കലാക്കാൻ ശ്രമിക്കുന്നതായി തൃണമൂൽ കോൺഗ്രസ് സംശയിക്കുന്നു. ഡിജിറ്റൽ രേഖകളും ലാപ്ടോപ്പുകളും ഇഡി പിടിച്ചെടുത്തത് ഇതിന്റെ ഭാഗമാണെന്ന് അവർ കരുതുന്നു. ഈ രാഷ്ട്രീയ പ്രതിസന്ധി ബംഗാളിലെ വോട്ടർമാർക്കിടയിൽ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്ന് കണ്ടറിയണം. മമതയുടെ പെൺഡ്രൈവ് ഭീഷണി വെറും രാഷ്ട്രീയ തന്ത്രമാണോ അതോ ഗൗരവകരമായ തെളിവുകൾ കൈവശമുണ്ടോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. മമതയുടെ ആഹ്വാനപ്രകാരം തൃണമൂൽ പ്രവർത്തകർ സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. ക്രമസമാധാന നില തകരാതിരിക്കാൻ കൊൽക്കത്തയിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളും സംസ്ഥാന പോലീസും തമ്മിലുള്ള ശീതയുദ്ധം ഭരണസ്തംഭനത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഈ അപ്രതീക്ഷിത നീക്കം ഇന്ത്യയിലെ മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കും ആവേശം നൽകിയിട്ടുണ്ട്. ബിജെപിയുടെ കേന്ദ്ര അധികാരത്തെ വെല്ലുവിളിക്കാൻ മമത കാണിക്കുന്ന ധീരത വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിലും നിർണായകമായേക്കും.